ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. കൃപയാൽ മിനിസ്റ്ററിയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ ഭാഗം തൊട്ടുള്ള ഒരു ഭാഗത്തിൽ നിന്നാണ് ഞാൻ ഇന്ന് സംസാരിപ്പാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ലൂക്കോസ് 7:11 തൊട്ട്. പിറ്റേന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിൻ്റെ വാതിലിനോടടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരോ അവളോട് കൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരാ, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്നവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു സംസാരിക്കുവാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ സമയത്ത് അവൻ ചെയ്ത ഒരു വലിയ അത്ഭുതമാണ് മരിച്ച ഒരു ബാലനെ ഉയർപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. ഇവിടെ പറയുന്നത് ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുക. മാതാവ് തൻ്റെ ആകെയുള്ള ആശ്രയമായ മകൻ മരിച്ചിരിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ആകെയുള്ള മകൻ ഇപ്പോൾ മരിച്ചിരിക്കുകയാണ്. ഭർത്താവോ അവർക്കില്ല. ദൈവം തൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന നയീൻ എന്ന പട്ടണത്തിൻ്റെ വാതിൽക്കലെത്തിയപ്പോൾ ദൈവം കേട്ട് കാണും നിലവിളിയുടെ ശബ്ദം. കുറേ പേര് മഞ്ചമെടുത്തോണ്ട് ഇതിനെ പുറത്തോണ്ട് കൊണ്ടുപോകുന്നു. കുറേ പുരുഷാരങ്ങൾ കൂടിയിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആകെ ഒരു നിരാശയുടെ അനുഭവം. ആമേൻ, സ്തോത്രം. ദൈവ ശുശ്രൂഷയുടെ വാതിലിനോടടുത്തപ്പോൾ എന്ത് ചെയ്തു? അവൻ മഞ്ചത്തെ തൊട്ടു. അവരെല്ലാം അവിടെ നിന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് ആദ്യം മനസ്സലിവ് തോന്നിയത് ആ മാതാവിൻ്റെ കരച്ചിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം വേറെ ആരെയും ശ്രദ്ധിക്കാതെ അവളോട് ചെന്ന് പറയാണ് കരയേണ്ട എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് ആ ബാലനോട് എഴുന്നേൽക്കാൻ പറഞ്ഞു. ആമേൻ, സ്തോത്രം. ദൈവത്തിൻ്റെ ക്രൂശീകരണത്തിൻ്റെ സമയത്ത് ദൈവം ഇത് തന്നെ അവിടെ കരഞ്ഞുകൊണ്ടിരുന്ന വ്യക്തികളോട്, സ്ത്രീകളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയുവിൻ. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഒരു ഭാഗത്തും ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ് കരയേണ്ട. ഹല്ലേലൂയ. ഈ ഒരു ഭാഗം നമ്മൾ ഒരുപാട് വട്ടം പലരുടെയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. മരിച്ചൊരു വ്യക്തി ഉയർപ്പിക്കുന്നത്. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് സ്പഷ്ടമായി ഇടപെട്ടത്, ഹല്ലേലൂയ, സ്തോത്രം, ഒരു തലമുറയെ ചൊല്ലി കരയുന്ന ഒരു മാതാവുണ്ടെങ്കിൽ, ഒരു അമ്മയുണ്ടെങ്കിൽ, ആമേൻ, സ്തോത്രം, ആ ഭവനത്തിന് ദൈവത്തിൻ്റെ ദർശനം ലഭിക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്ദർശനം ഉണ്ടാവും. ആമേൻ. നിൻ്റെ ഭവനത്തിൽ ആരെങ്കിലും കരയുന്ന, അതായത് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ ഒരു ഭവനത്തെ ദൈവം ഒരു നാളും തള്ളിക്കളയത്തില്ല. ദൈവത്തിൻ്റെ സന്ദർശനമുണ്ട്. ആമേൻ, സ്തോത്രം. കരഞ്ഞാലേ ദൈവത്തിൻ്റെ സന്ദർശനം ഉണ്ടോ എന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സ്ത്രീയുടെ കണ്ണുനീര് കണ്ടപ്പോൾ, ആമേൻ, സ്തോത്രം, ദൈവത്തിൻ്റെ മനസ്സലിവ് തോന്നി. ആമേൻ. ദൈവം പറയാണ്, മകളെ നീ എന്ത് ചെയ്യണ്ട, കരയണ്ട. ആമേൻ, സ്തോത്രം. അവിടെ വിഷയം, ദൈവം നിൻ്റെ ഭവനത്തെ സന്ദർശിച്ച ആ സെക്കൻഡിൽ നിൻ്റെ പ്രശ്നം അവിടെ സ്റ്റോപ്പ് ആവുകയും മുമ്പോട്ടേക്ക് നീ പ്രതീക്ഷിക്കാത്ത വാതിലുകൾ ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരികാനും ഇടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം, ഹല്ലേലൂയ, സ്തോത്രം, ഇന്ന് മാതാപിതാക്കൾ മക്കളുടെ ഒപ്പം നിന്ന് പോവുകയാണ്. ഹല്ലേലൂയ. അവരെ ഓർത്ത് കരയാനോ, അവരെ ഓർത്ത് ദൈവസന്നിധിയിൽ അവരെ ഓർത്ത് ധ്യാനിക്കുവാനോ സമയം കണ്ടെത്താത്ത മാതാപിതാക്കൾ ഇന്ന് ഈ ലോകത്തുണ്ട്. എല്ലാവരും അടച്ചല്ല പറയുന്നത്, ഇന്നും മക്കളെ ചൊല്ലി കരയുന്ന മാതാപിതാക്കളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ മരിച്ചു, അല്ലെങ്കിൽ ആത്മീകമായി മരിച്ചുപോയ കുറേ ബാലന്മാരുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. യൗവനക്കാരുണ്ട്. ഹല്ലേലൂയ. ദൈവം ഇവിടെ ആ ബാലനോട് പറയാണ്, നീ എഴുന്നേൽക്കുക. ആമേൻ, സ്തോത്രം.
ഇതുപോലെ തന്നെ ആത്മീകമായി മരിച്ച ഒരുപാട് ജനങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം, തലമുറകൾ ഇന്ന് ഈ ലോകത്തുണ്ട്. ആമേൻ സ്തോത്രം. ഇന്ന് ഞാനും നിങ്ങളും റെഡിയാണ് ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി കരയുവാൻ നമ്മൾ റെഡിയാണെങ്കിൽ, അല്ലെങ്കിൽ മക്കളെ ചൊല്ലി കരയുന്ന ഒരു മാതാവ് ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, ഒരമ്മ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവം ആ മഞ്ചത്തിൽ തൊടുവാൻ, ആമേൻ സ്തോത്രം, ഈ ലോകത്തിൻ്റെ താളത്തിനോടൊത്ത് തുള്ളുന്ന ചില തലമുറകളെ ദൈവം സന്ദർശിക്കുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ദൈവവചന സഭാപ്രസംഗി പറയുന്ന, യൗവനക്കാരാ, നിൻ്റെ യൗവനകാലത്ത് നീ സന്തോഷിച്ചു കൊള്ളുക, പക്ഷേ എല്ലാം കഴിഞ്ഞ് ന്യായവിധിയുടെ മുമ്പാകെ നിൽക്കേണ്ട ഒരു ദിവസം വരും. ആമേൻ സ്തോത്രം. ഇന്ന് ഈ പ്രായത്തിൻ്റെ ചുളുപ്പി ചെയ്യാവുന്ന മാക്സിമം ചെയ്തോ, എൻജോയ് ചെയ്തോ, ബട്ട് ദൈവസന്നിധിയിൽ നിൽക്കണ്ട, അല്ലേ? ദൈവം വിധിക്കുന്ന ഒരു ദിവസം അതിക്രമിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ മരിച്ചുപോയ ആ ബാലനെ ദൈവം എഴുന്നേൽക്കാൻ കാരണം ആ മാതാവിൻ്റെ കണ്ണുനീരായിരിക്കും. അവിടെ ഏക ആശ്രയമാണ് ആ കിടക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് നിൻ്റെ കരച്ചിൽ, അല്ലെങ്കിൽ മക്കളെ ചൊല്ലി കരഞ്ഞ് മടുത്തിരിക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് സ്പഷ്ടമായി സംസാരിക്കുകയാണ്, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് നിൻ്റെ വിഷയത്തിൻ്റെ നടുവിൽ ഇറങ്ങി വരുവാൻ ശക്തനാണ്. ആമേൻ സ്തോത്രം, അല്ലേ? അവിടെ കൂടി വന്നിരിക്കുന്ന ജനങ്ങൾക്ക്, ഹല്ലേലൂയ, അവർ മനസ്സിൽ വേണമെങ്കിൽ ഒരു കാര്യം ചരിത്രം പോലെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം. ഇത് കഴിഞ്ഞ് ഇവളെ ആശ്വസിപ്പിക്കണം, ഉള്ള ആശ്രയം ഇവളെ വിട്ട് പോയി, അല്ലേ? കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അവരൊക്കെ അവരുടെ രീതിയിൽ അങ്ങ് വിട പറഞ്ഞു പോകും. ആമേൻ സ്തോത്രം. അപ്പം ആ സ്ത്രീ പോലും ചിന്തിച്ചു കാണത്തില്ല ഈ പൈതൽ എഴുന്നേക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം, അല്ലേ? സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം വന്നപ്പോൾ, ആമേൻ സ്തോത്രം, മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ, ഹല്ലേലൂയ, നിൻ്റെ പ്രാർത്ഥന, ആമേൻ, നിൻ്റെ ഭവനത്തിൽ ഉണരുമ്പോൾ ദൈവം എന്ത് ചെയ്യുക? വാതിൽക്കൽ വരും. ഇവിടെ നൈൻ എന്ന പട്ടണത്തിൻ്റെ വാതിൽക്കൽ അങ്ങോട്ടേക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ ഉദ്ദേശം ചിലപ്പം പോവുക, പക്ഷെ നിൻ്റെ കണ്ണുനീരിനെ കടന്നു പോകാൻ നസ്രാന യേശുവിന് കഴിയുകയില്ല. നിൻ്റെ ഭവനത്തിൽ നീ ഇരുന്ന് അല്ലെങ്കിൽ തൻ്റെ തലമുറയെ ഓർത്ത് കരയുന്ന ഒരു മാതാവാണെങ്കിൽ നിൻ്റെ വാതിൽ കവിഞ്ഞ്, ഹല്ലേലൂയ, നിൻ്റെ ഭവനത്തിൻ്റെ വാതിൽ കവിഞ്ഞ് ദൈവത്തിന് പോവാൻ കഴിയുകയില്ല. അവൻ ആ ഭവനത്തെ സന്ദർശിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ജഡീകമായി മരിച്ചതിനേക്കാൾ എൻ്റെ ഹൃദയത്തിൽ തോന്നിച്ചത് ആത്മീകമായി മരിച്ച ഒരുപാട് ബാലന്മാരുണ്ട്. ഹല്ലേലൂയ സ്തോത്രം, അല്ലേ? ദൈവവചനം പഠിക്കുമ്പോഴത്തേന്, അല്ലേ, രണ്ടപ്പവും മീനുമായിട്ട് വിട്ട ഒരു ബാലൻ്റെ കഥ നമുക്കറിയാം. ഒരു ബാലൻ്റെ ഒരു ഭാഗം നമ്മുടെ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആമേൻ സ്തോത്രം, അല്ലേ? ഒരു മാതാവ് ചിലപ്പോൾ ആ പൈതലിനെ ഒരുക്കി വിട്ടതായിരിക്കാം. ഇതുപോലെ ഇന്നത്തെ തലമുറകളെ ദൈവത്തിന് വേണ്ടിയും ദൈവവേലയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ദൈവകാര്യങ്ങൾക്ക് വേണ്ടി ഒരുക്കുവാൻ നിനക്ക് സമയമില്ലായിരിക്കാം. അവൻ്റെ ഇഷ്ടത്തിന്, അല്ല അവൻ ഇന്നതാകാൻ ആഗ്രഹം, അല്ലെങ്കിൽ അവന് എന്താണ് വെളിയിൽ പോയി പഠിക്കാൻ ആഗ്രഹം, അവരെല്ലാം മക്കളുടെ ഇഷ്ടത്തിന് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ, ആമേൻ സ്തോത്രം, ഇന്ന് നീ ദൈവവചനം വായിച്ചോ, അല്ലെങ്കിൽ പഠിച്ചോ, അല്ലെങ്കിൽ നീ ഇന്ന് പ്രാർത്ഥിച്ചോ എന്ന് ചോദിക്കാൻ പോലും സമയമില്ലാത്ത സാഹചര്യത്തിൽ ഈ ലോകം ഓടുമ്പോൾ, എൻ്റെ പ്രിയ ജനമേ, ഹല്ലേലൂയ, ഇന്നത്തെ ദിവസം നീ കരഞ്ഞു മടുത്തിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കരയാനേ മനസ്സില്ലാത്തവരാണെങ്കിൽ, ഈ ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിൽ സംസാരിക്കുമാറാകട്ടെ. മക്കളെ ചൊല്ലി കരയുവാൻ ദൈവം ക്രൂശീകരണ സമയത്ത് നമ്മളോട് പറഞ്ഞു, എന്നെ ചൊല്ലി നിങ്ങൾ കരയേണ്ട, നിങ്ങളുടെ മക്കളെ ചൊല്ലി. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ദൈവത്തെ മറന്നു പോകുന്ന ഒരു തലമുറ ഉണ്ടാകരുത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തോട് നന്ദിയുള്ള പൈതങ്ങളാക്കി ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കട്ടെ. ആമേൻ സ്തോത്രം. പാപത്തിൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന ചില തലമുറകളെ ദൈവം പുറത്തു കൊണ്ടുവരട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അതിന് വേണ്ട ശക്തമായ പ്രാർത്ഥനയാണ്. ആമേൻ സ്തോത്രം. മയക്കുമരുന്നിനും മറ്റുള്ളതിനൊക്കെ അടിമകളായി കഴിയുന്ന അനവധി കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം, സ്വന്തം അമ്മ ആരാ പെങ്ങളാരാന്ന് അറിയാൻ വയ്യാതവണ്ണം നശിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജനതയിൽ കർത്താവായ യേശുക്രിസ്തു അവരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് സ്പഷ്ടമായി സംസാരിക്കട്ടെ. ആമേ. ഈ ബാലൻ, ഇവിടെ പറയുന്ന ബാലനെക്കുറിച്ച് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്തു? അവന് ഇരുന്ന് സംസാരിപ്പാൻ തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം. എഴുന്നേൽക്ക എന്ന് ദൈവം പറഞ്ഞപ്പോൾ അവൻ ഇരുന്ന് സംസാരിച്ചു. അമ്മയ്ക്ക് ആ പൈതലിനെ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. എല്ലാവർക്കും ഭയം പിടിച്ചു. ആമേൻ സ്തോത്രം.
അല്ലേ? ദൈവവചനം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് ഇന്നത്തെ ജഡമോഹങ്ങളിൽ അല്ലെങ്കിൽ ഇന്നത്തെ ലോകമോഹങ്ങളിൽ മരിച്ചിരിക്കുന്ന ഒരു കൂട്ടം ബാലന്മാരെ നമുക്ക് ദൈവസന്ധി കരഞ്ഞു പ്രാർത്ഥിച്ച് അവരെ നമുക്ക് നേടിയെടുക്കേണ്ടത് ആവശ്യമാണ്. ആമേ സ്തോത്രം. അതുകൊണ്ട് കരയുന്ന അമ്മയെ ചൊല്ലി അല്ലെങ്കിൽ കരയുന്ന മാതാപിതാക്കളെ ആമേ സ്തോത്രം, നിൻ്റെ കണ്ണുനീരിനെ നീ അടക്കി വെക്കാതെ കരയുക. ഹല്ലേലൂയ സ്തോത്രം. എന്നല്ല ദൈവത്തിന് നമ്മളോട് മനസ്സലിവ് തോന്നണം. ലോകത്തിലുള്ള ആർക്കുമല്ല. ഈ ലോകക്കാർ നമ്മളെ മറന്നു പൊക്കോട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം ദൈവം നമ്മളോട് മനസ്സലിവ് തോന്നിയാൽ നിൻ്റെ കുടുംബം രക്ഷപ്പെടും. ഹല്ലേലൂയ. ദൈവം എന്ന സർവശക്തന നസ്രാന യേശു ക്രിസ്തുവിന് നിന്നോട് കരുണ തോന്നണം. ദൈവവചനം പറഞ്ഞ് എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നും, എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് എനിക്ക് കനിവ് തോന്നുമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആമേ സ്തോത്ര, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതുപോലെ തന്നെ ആ വാതിൽ കവിഞ്ഞ് ദൈവത്തിന് പോവാൻ കഴിയാഞ്ഞത് ആ ഒരു അമ്മയുടെ പ്രാർത്ഥനയാണെങ്കിൽ ഇന്നു മുതൽ നമുക്കും അനേകർ മരിച്ചിരിക്കുകയാണ്. ആത്മീകരമായി മരിച്ചിരിക്കുന്ന ബാലന്മാരെ എഴുന്നേൽപ്പിക്കേണ്ടതിന് ആമേ സ്തോത്ര, സ്വസ്ഥമായ നിൻ്റെ കുടുംബങ്ങൾക്ക് സമാധാനം ലഭിക്കേണ്ടതിന് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. ആമേ സ്തോത്ര. ഈ വചനടിയൻ്റെ ഹൃദയത്തിൽ നിന്ന് ദൈവം നമ്മുടെ ഭവനത്തെ, തൻ്റെ ജനത്തെ ദൈവം ഇന്ന് സന്ദർശിച്ച. ഹല്ലേലൂയ. യേശു സന്ദർശിച്ചിട്ട് സ്ഥിതി മാറിയ ഒരുപാട് ആൾക്കാരുണ്ട്. രക്തസ്രാവായ സ്ത്രീ, ഹല്ലേലൂയ സ്തോത്ര, ബർത്തലമായ കുരുടനായ വ്യക്തി, ഹല്ലേലൂയ സ്തോത്ര, കുഷ്ഠരോഗി, ഹല്ലേലൂയ അല്ലേ, അതുപോലെ തന്നെ പാപിയായ സ്ത്രീകൾ, ഹല്ലേലൂയ സ്തോത്രം അല്ലേ. ഈ ലോകത്തിൻ്റെ മോഹത്തിൽ കടന്നവരെ ദൈവം സന്ദർശിച്ചപ്പോൾ അവൻ്റെ സ്ഥിതി മാറിയെങ്കിൽ, ഹല്ലേലൂയ, അവരുടെ സ്ഥിതിക്ക് ഭേദം വന്നെങ്കിൽ ആമേ സ്തോത്ര, ലോകത്തിലെ ആരുമല്ല നിന്നെ സന്ദർശിക്കേണ്ടത്. താൽക്കാലികമായ നേട്ടങ്ങൾ നിനക്കുണ്ടായെങ്കിലും എന്നേക്കുമുള്ളൊരു മാറ്റം നിൻ്റെ ലൈഫിൽ വരണം. നിൻ്റെ രോഗത്തിന് മാറ്റം വരണമെങ്കിൽ നസ്രാന യേശു നിൻ്റെ ഭവനത്തെ സന്ദർശിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്ദർശനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ഹല്ലേലൂയ, ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗ്ഗം നമ്മളിലുണ്ടോ എന്ന് നോക്കി ദൈവം നമ്മളെ ശാശ്വത മാർഗത്തിൽ നടത്തണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സന്ദർശിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമുക്കെതിരെ ചെയ്യുന്നവരെയും ദൈവം സന്ദർശിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്ദർശനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആമേൻ സ്തോത്രം. ദൈവം നമ്മുടെ ഭവനങ്ങളെ സന്ദർശിക്കട്ടെ. ഈ രാത്രിയുടെ ആമത്തിൽ ആമേൻ സ്തോത്ര, കണ്ണുനീരൊഴുക്കി ഹല്ലേലൂയ നിലവിളിക്കുന്ന ചില നിലവിളിയുടെ നടുവിൽ യഹോവ ആ ഭവനത്തെ കവിഞ്ഞു മാറിപ്പോകത്തില്ല. ആമേൻ സ്തോത്രം. നിൻ്റെ കൈ കാശില്ലായിരിക്കാം, സൗന്ദര്യമില്ലായിരിക്കാം, ഒന്നുമില്ലായിരിക്കാം, പക്ഷെ ദൈവസന്ധി മുട്ടുകുത്തി പ്രാർത്ഥിപ്പാൻ ഒരു മനസ്സുണ്ടെങ്കിൽ നിൻ്റെ ഭവനത്തെ കവിഞ്ഞ് കർത്താവ് മാറിപ്പോകത്തില്ല. ഹല്ലേലൂയ സ്തോത്ര. ലാസറിനെയും കുടുംബത്തെ ഓർത്തൊരു ദൈവം ഓർത്തതല്ല, അവൻ്റെ വിഷയത്തിൽ നിന്ന്, അവൻ്റെ മരണത്തിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ ആമേ സ്തോത്രം, നിൻ്റെ വിഷയങ്ങൾക്ക് മധ്യം ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആദ്യം വേണ്ടത് പ്രാർത്ഥനയാണ്. കണ്ണുനീരോടുകൂടെ ദൈവസന്നിധി നമുക്ക് നിലവിളിക്കാം. ഹല്ലേലൂയ. ഈ ജനതയ്ക്ക് വേണ്ടി ആമേ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ജനസമൂഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം എന്നെ നിങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ ഒരു പുത്തൻ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും വരാം. ഗോഡ് ബ്ലെസ് യു ഓൾ.